ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു നല്ല മോർണിംഗ്. മൈസൂരിൽ നമ്മളിപ്പോൾ ആണ്. മൈസൂർ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂരിൽ വിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് മഴ കാരണം. എനിവേ നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊന്ന് മൈസൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടപ്പ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ പോകും. ഓൾമോസ്റ്റ് 7 to 8 hours ജേർണി ഉണ്ട് ഇവിടുന്ന്. Let's start. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഇങ്ങോട്ട് വാ. നോ, ദോശ തൊടരുത് ഒരു സാധനം. തൊടരുത്. ജസ്റ്റ് വാച്ച് ചെയ്യല്ല. അതെ, ഇഡ്ഡലിയൊക്കെ ഒരു കുറവ് വരും. ഇനി അങ്ങോട്ട് ചെന്നാൽ ഇനി അതേ കാണത്തുള്ളൂ. ഇനി അങ്ങോട്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടിരുന്നു. ജോഷു എന്താ കഴിക്കുന്നത്? പൂരി ഭാജി, മമ്മി ഇഡ്ഡലി വട, പപ്പ പൂരി ഭാജി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പാലസ് ലക്ഷ്യമാക്കി പോവുകയാണ്. പക്ഷെ പാലസ് 10 മണിക്ക് തുറക്കത്തുള്ളെന്ന് പറഞ്ഞു. ഇപ്പൊ സമയം 9 മണി ആവുന്നേ ഉള്ളൂ. വാശിയാക്കൊള്ളാവുന്നുണ്ട്. പക്ഷെ രാവിലെ പൂക്കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒരു കടയും ഓണല്ല. തിരക്കിനില്ല. അത് രാവിലെ ഓഫീസ് വർക്കറും സ്കൂൾ പിള്ളേര് രാവിലെ ജോക്കുട്ടൻ പറയുന്നത് ഇവര് ക്ലോസ് ചെയ്തിട്ടേക്കുന്ന എല്ലാരും ബ്രഷ് ചെയ്തോണ്ടിരിക്കുവാണ്. അവര് ബ്രഷ് ചെയ്ത് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അവര് വന്ന് ഷോപ്സ് ഒന്നും തുറക്കാത്തതെന്ന്. നമ്മളിപ്പോ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് സൈഡാണ്. അതിന്റെ റൗണ്ട് അബൌട്ടിലാണ് നിൽക്കുന്നത് നമ്മൾ. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മൈസൂർ പാലസ് സ്ട്രേറ്റ്, ജയ്മോഹന പാലസ്. 2 പാലസ് ഉണ്ടോ? 2 സെയിം ആണോ അറിയത്തില്ല. നമ്മൾ മൈസൂർ പാലസ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. KSRTCയുടെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. കേരള KSRTC അല്ല, കർണാടക KSRTC. ഫ്രണ്ടിലൊരു സ്റ്റാച്യു ഉണ്ട്, രാജാവിൻ്റെ സ്റ്റാച്യു. മൈസൂരിലെ രാജാവായിരിക്കും, അറിഞ്ഞോളാം. ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡാണ്. അതുപോലെ ബസ്സുകളുണ്ട്. അല്ല, മൈസൂറുണ്ട്.
ഞങ്ങളുടെ ചേച്ചിയൊക്കെ അതുവഴി അങ്ങനെ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടു ചേച്ചിയൊക്കെ ഇല്ലേ, ഇതേപോലെ കായംകുളത്ത് നിന്ന് മൈസൂരിലോട്ട് ബസ്സുണ്ട്. പണ്ട് അമ്മയൊക്കെ ഇതേപോലെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. KSRTC ഉണ്ട്. ഇത് കാണുന്ന ബിൽഡിംഗ് മൈസൂർ സിറ്റി കോർപ്പറേഷൻ. ഈ കാണുന്ന ബിൽഡിംഗ് മൈസൂർ സിറ്റി പാലസ് എത്തിയിരിക്കുകയാണ്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് പാലസ്, മൈസൂർ പാലസ്. എന്തോ പറയുന്നുണ്ട്, ചോദിച്ചു. പാലസ് 10 മണിക്കല്ലേ? അതെ 10 മണിക്ക് വരെ. 10 മണിക്കല്ലേ? ജസ്റ്റ് നമുക്ക് എൻട്രി ചെയ്ത് കാണാൻ പറ്റുമോ? അത് 10 മണിക്കാ. 10 മണിക്കാണ്. അകത്തോട്ട് കയറ്റുകയും ചെയ്തില്ല. കുതിരസവാരി ഉണ്ട്. കുതിരസവാരി ഇവിടെ ഉണ്ട്. ഇങ്ങനെ പൈസ കൊടുത്ത് സാൻഡൽ എന്ന് വെച്ചാ നമ്മുടെ ഇത് ചന്ദനം. ചന്ദനത്തിന് വേണല്ലേ? അതെ. ഇത് കണ്ട നല്ല അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ആ ഫോണകത്ത് അലൗഡ് അല്ലായിരുന്നു. അതാണ് നമ്മൾ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. ഇതിപ്പം എന്താ അമ്പാരി എന്ന് പറഞ്ഞൊരു അതാണ് സാൻഡലിൽ വന്നത്. അവിടെ നിന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം നമുക്ക് പാലസ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ 1 hour ഗ്യാപ്പ് ആയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിങ്ങനെ കയറി, അറിയാമല്ലോ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും മേടിപ്പിക്കാതെ പറഞ്ഞു വിടത്തില്ല. ഏർലി മോർണിംഗ് അവർ അതിനിടെ അവരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആദ്യ കസ്റ്റമർ. സോ ഒബ്വിയസ്ലി വി ഹാവ് ടു ബൈ സംതിങ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു 1200 രൂപ പൊട്ടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒന്നും പറയണ്ട. ശരി, എന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരിടത്ത് സ്റ്റക്കായി എന്നല്ല, നമ്മളിപ്പം വണ്ടി ഇത്ര ഓടിയില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 3500 കിലോമീറ്റർ പുറത്ത് ഓടി. വണ്ടി മൊത്തം ചള്ളയും അഴുക്കും ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നൊന്ന് വാഷ് ചെയ്യാനായിട്ട് ഒക്കെ വണ്ടി അവിടെ നമ്മുടെ വണ്ടി വാഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ജാതി ചള്ളയാണ്. കാര്യമില്ല, ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് കോയമ്പത്തൂർ ഓടുമ്പോഴത്തേനെ ഇത് വീണ്ടും ആവും പഴയ പോലെ തന്നെ. ഇവിടെ വണ്ടിയല്ലേ, കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷിങ്ങിന് കയറ്റി. അതല്ല ഇപ്പം പല RTO നമ്മൾ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്പറൊന്നും കാണത്തില്ലെങ്കിൽ അവർ അതിൻ്റെ പേരും വെച്ച് ഫൈൻ അടിച്ചു തരും. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്ത്. അല്ലെങ്കിൽ മൊത്തം ഡസ്റ്റ് ആയിരുന്നു, അറിയാമല്ലോ. ഇത്രയും ഇപ്പോൾ 2 weeks ആയിട്ട് ഓടുന്ന വണ്ടി. 2 weeks അല്ല, ഓൾമോസ്റ്റ് 3 weeks ആയി. മൊത്തം ഡസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യാനായിട്ട് സർവീസ് സ്റ്റേഷനിലേക്ക് കയറ്റി. പേരൊന്നും ഞാൻ അറിയത്തില്ല. അപ്പം മൈസൂരിൽ തന്നെയാണ്, ഒരു ചെറിയ സർവീസ് സ്റ്റേഷനാണ് അവിടോട്ടൊക്കെ. അങ്ങനെ നമ്മുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ ഇറങ്ങാം. 1 മണിക്കൂറാണ് മൂപ്പര് പറഞ്ഞ ടൈം. ലെറ്റ്സ് സീ, നോക്കാം. അങ്ങനെ മൈസൂർ പാലസിലെത്തി. 120 രൂപയാണ് ഒരാൾക്ക്. പെർ പേഴ്സൺ 120. ജോഷുവയ്ക്ക് ഫ്രീ ആയിരുന്നു. പിള്ളേർക്ക് 10 വയസ്സ് മുതലുള്ള പിള്ളേർക്ക് ഫ്രീ, താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. അതാണ് മൈസൂർ പാലസ്. ഇതാണ് മൈസൂർ പാലസ്. ഭയങ്കര ഫേമസ് പാലസാണ്. എന്നാ പിടിച്ചോ. ഒരു തമിഴ്നാട്ടിലൊക്കെ സ്റ്റൈല് പോലില്ലേ? അത് എൻട്രൻസ് ആണെന്ന് തോന്നുന്നു, മെയിൻ ഗേറ്റ്. വി ആർ ഗോയിങ് ഇൻസൈഡ് മനോ. ഷൂ അതിനകത്ത് വെച്ചോളൂ. അങ്ങനെ നമ്മുടെ ഷൂ എല്ലാം സ്റ്റാൻഡിലോട്ട് സർവീസാണ്. അവിടെ കൊടുത്തവർ നമുക്കൊരു ടോക്കൺ തന്നു. അങ്ങനെ ഞങ്ങൾ ജോഷോ ബാ. The palace was built during the Kejila
1897, 1912 15 ഇയേഴ്സ് എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഹെൻറി എഴുതണം. അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെയാണ് അത് പണിത്. ഇതാണ് എന്ത്? ഇതെന്താണെന്ന് അറിയില്ല. കുതിരവണ്ടിയാന്ന് തോന്നുന്നു. ബാൽക്കണി പോലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്ക് ചെയ്ത് ആർട്ടിഫിഷ്യലി മേക്ക് ചെയ്യുന്ന മറ്റേ കളറല്ലാതെ മറ്റേ പഴയ എന്തായാലും ഒന്നൊന്നര സാധനമാണ്. പണ്ടത്തെ AC ലിഫ്റ്റ് പണ്ടത്തെ അവർക്ക് ഇപ്പം പോകാനുള്ള സ്റ്റെയർസ്. അതാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങൾ നിൽക്കാനായിരിക്കും ഇവിടെ. ഫ്രണ്ടിൽ എനിക്കൊന്ന് മേളിലെ രാജ്ഞിമാരും പിന്നെ അങ്ങനെ അവർക്ക് ഇരിക്കാനായിട്ട് മേളിൽ ചുറ്റിലും അതുകൊണ്ട് ഇരിക്കാനായിരിക്കും. അങ്ങനെ ഓരോ രാജാക്കന്മാർ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നായിരിക്കും ആൾക്കാരോട് സംസാരിക്കുകയും ഈ പ്രൊസഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നു കറണ്ട് രാജാവ് 2019. ഇതാണ് നമ്മുടെ സെൻട്രൽ വ്യൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും രാജാവ് വരുന്നിട്ട് ഇങ്ങനെ സെൻറ്ററായിട്ട് ആയിരിക്കും ചിലപ്പോൾ ആയിട്ടുണ്ടോ. എന്തായാലും ഒരുപാട് നല്ല വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതിലാണ് കയറി വന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൽ നിന്ന് ഇറങ്ങി വെച്ചാൽ ഔട്ടായില്ല, നിൽക്കുന്നേ ഉള്ളൂ. അതാണ് ഫ്രണ്ടിൽ ടെമ്പിള്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ടെമ്പിളൊക്കെ നമ്മൾ തമിഴ് മൂവിയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അത് കണ്ടില്ല, ഇതൊരു ടെമ്പിളാണ്. ഇവിടെ ഇവർക്ക് ഭയങ്കര ഇതാണ് ഈ ദസറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫേമസ് ഫെസ്റ്റിവലാണ്. മൈസൂർ വിട്ടു. മൈസൂരിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളിനി കോയമ്പത്തൂർ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 200 കിലോമീറ്റേഴ്സ് ഉണ്ട്. മേ ബി 5 hours എന്നാണ് പറയുന്നത്. 4:30 to 5 hours ആണ് അവർ ചെയ്യുന്നത്. നമ്മളിനി 1 hour കൂടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ 1 hour എക്സ്ട്രാ എടുക്കേണ്ടി വരുമായിരിക്കും. മീൽസ് റെഡി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുന്നു. ജോഷിക്ക് ബിരിയാണി വേണം, പപ്പയ്ക്ക് ഫുഡ് വേണം, ഹോട്ട് ബിരിയാണി വേണം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മലബാർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ വരുന്ന വഴിയിലാണ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെറുതായിട്ടൊന്ന് റിഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ കാണുന്ന മലബാർ കിച്ചൺ തലശ്ശേരി ബിരിയാണി ഉണ്ട്. കാണാം, നോക്കാം. ലെറ്റ്സ് ഗോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി. ഭയങ്കര മഴയാണ്. നല്ല മഴയാണ്. ഞങ്ങൾ പക്ഷേ അങ്ങ് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു.
ഒരു ഫോറസ്റ്റിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പേരറിഞ്ഞൂടെ? ജോഷോടെ മങ്കി ഫ്രണ്ട്സ് ഒക്കെ കാണുമെന്നാണ് ജോഷോ പറയുന്നത്. ലെറ്റ്സ് സീ. തോണ്ടറ മങ്കി നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് തലവടി. തിരുവല്ലയില് തലവടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട് തലവടി. അതേ പറഞ്ഞു പേര് കേട്ടപ്പോ നല്ല തമിഴ്നാട്ടിലും ഉണ്ട് അങ്ങനെ ഒരു പേര്. തമിഴ്നാട് രജിസ്ട്രേഷൻ, തമിഴ്നാട് വണ്ടി ഓടുന്നുണ്ട് ഇവിടെ. തമിഴ്നാട്ടിലെ വണ്ടിയാണത്. അറിയത്തില്ല. അല്ലല്ല, ഇവിടെ കന്നഡ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് നമ്മള് KSRTC പോകത്തില്ലേ, ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികൾ കണ്ടു ഇവിടെ. അപ്പൊ എനിക്കിത് തമിഴ്നാട് കർണാടക ബോർഡറാണിത്. അപ്പം ഇതുണ്ട്, പൂവുണ്ട് ഇവിടെ. പൂവിന്റെ കൃഷിയാണ്. മറ്റേ ജമന്തി പൂവോ താങ്ക് യു. സത്യമംഗലം ടൈഗർ റിസർവ്. സത്യമംഗലം ടൈഗർ റിസർവ്. സത്യമംഗലം 32. ഈ സത്യമംഗലം എന്ന് പറഞ്ഞാൽ പിന്നെ സത്യമംഗലം മൂവിയിലല്ലായിരുന്നോ? അവിടെയാണ് സത്യമംഗലം ടൈഗർ റിസർവ്. ഹെയർ പിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ. താഴെ കാണുന്നതാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് 27 താഴെ മേലിൽ അക്കൗണ്ട് 27. ഇതാണോ സ്റ്റാർട്ടിങ്? 27/27 വരെയാണ്. ഒരു സൈഡ് കൊക്കെ 26. അച്ഛാ വയനാട് ചുരം ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ഒരു ചുരം ഇറങ്ങുന്നല്ലേ?
പറയുമ്പോഴേ നമ്മുടെ ഈ യാത്ര കാടും മലയും താണ്ടിയുള്ളതായിരുന്നു. പറച്ചില് കേട്ട് കഴിഞ്ഞാൽ ശരിയാ, കാടും മലയും കടലും എല്ലാം താണ്ടി ആ ഒരു ഇതായി പോയി ഇങ്ങനെ പറയുമ്പോഴേ. അച്ഛനെ ഉറക്കമൊക്കെ പോയി കാണുമ്പോ അല്ലേ? അല്ലെങ്കിൽ നേരത്തെ എൻ്റെ ഉറക്കം പോയി ഇറങ്ങാൻ വന്നാൽ പിന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അച്ഛനെ വല്ല വണ്ടി വീഡിയോ എടുക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും പേടിച്ചോ. ഈ വണ്ടിയൊക്കെ വരുന്ന കാണുമ്പോഴേ എന്റെ ദൈവം തമ്പുരാനെ ഇതൊന്നും തീരുമായിരുന്നു. ഇനി 9 അതിങ്ങനെ സ്ട്രെയിറ്റ് വരുമ്പോഴേ എവിടെ ഇതുമില്ല. ഇവർക്കൊന്നും പണിതൂടെ എവിടൊക്കെയൊന്ന് എത്ര പറഞ്ഞ പണിയുന്നതിന് കൊണ്ടുപോയി ഇടിക്കും പോകും. തമിഴ്നാട് പാടാണ്. വലിയ മല. ഇവിടെ ഒക്കെ ബാക്കിലോട്ട് അവിടെ നിന്ന് തിരിയുമ്പോൾ കാണാൻ 7 ഇതാണോ ഭവാനി സാഗർ ഡാം? കണ്ടോ? എവിടാ മീൻ പിടിക്കുന്നത്? ആ അത് മീൻ പിടിക്കുക. ആ ഒരു ഗേറ്റ്, അതെല്ലാം ഗേറ്റാ. അത് സൈഡിൽ കൂടെ വെള്ളം വീഴുന്നതാ. വെള്ളത്തിൻ്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് അത് ഗേറ്റ് ഫുള്ള് തുറന്നിട്ടില്ല. അത് ഗേറ്റ് പതുക്കെ അവർ തുറക്കും. അത് വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അത് ഗേറ്റ് തുറക്കും. ഇതാണ് ഭവാനി. ആ ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ് നല്ല നല്ല പോർഷൻ. ഒന്ന് ഈ ഡാം നമുക്കിപ്പോൾ പാലത്തിന് താഴെപ്പോഴാണ് വെള്ളം ഇങ്ങനെ പോയി. ചെറിയൊരു സ്മെല്ലുണ്ട്, സാധാരണ ഡാമിലുള്ള സ്മെല്ല് തന്നെ. അങ്ങനെ ഞങ്ങൾ ഓടി തളർന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ നിർത്തിയതാണ്. ഒരു ചായ കുടിച്ചിട്ട് പോകാൻ. പിന്നെ അടുത്താണ്, ജസ്റ്റ് ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. 10-15 മിനിറ്റ് അല്ല, ഒരു 10 കിലോമീറ്റർ ഇനി കൂടെ ഉണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. നമുക്ക് ഇനി ഒരു ചായ കുടിച്ചിട്ട് യാത്ര മുന്നോട്ട് തുടരാം. അറിയത്തില്ല, നോക്കട്ടെ. ജോഷിയുടെ ഫേവറേറ്റ് സ്റ്റഫ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം റൂം ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് വരാം. ഓക്കെ. ആ ഇത് കൊള്ളാമല്ലോ, നല്ലൊരു വേ. നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഓക്കെ, ബാത്റൂം, കുളിക്കാനായി വാഷ്റൂം, ഓക്കെയാണ്. ഓക്കെ, കബോർഡും ഓക്കെ, ഫൈൻ. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. 1 night stay in കോയമ്പത്തൂർ. ജോഷിയുടെ ഫേവറേറ്റ് സാധനങ്ങൾ അതൊക്കെ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ ചേർന്നല്ല, മോളിന്റെ ബിൽഡിംഗ് തന്നെയാണ് ഇത്. കണ്ടില്ല, രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ റൂമിൽ എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത ഊരുതണ്ടലായിട്ട് ഇറങ്ങാൻ പോകും. കഴിഞ്ഞാൽ നമ്മൾക്ക് ഗാന്ധിപുരം എന്തോ ഒരു സ്ഥലത്ത് നല്ല മാർക്കറ്റാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ